ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ 78ാമത് സ്വാതന്ത്ര്യദിന ആഘോഷം നടക്കുകയാണ്. രാജ്യം ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം 78 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. അതിനു മുൻപും നമ്മൾ സ്വാതന്ത്ര്യം അനുഭവിച്ചിരുന്ന നല്ല സംസ്കൃതിയുള്ള ആത്മീയ ബോധമുള്ള ആർഷ ഭാരത ജനതയായിരുന്നു. ഒരു നിശ്ചിത കാലയളവ് വൈദേശികളുടെ ആക്രമണത്തിനും ചൂഷണത്തിനും കോളനി വാഴ്ചയ്ക്കും ഒക്കെ ഇരയായി തകർന്നടിഞ്ഞ ഭാരത ജനത അവരുടെ പുനരുജ്ജീവനം പോലെ ആ ഒരു ദിവസത്തെ വരവേൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു പുണ്യദിനത്തിൽ ഇതിൻ്റെ ഈ മാഹാത്മ്യത്തിൽ നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച ആത്മസമർപ്പണം ചെയ്ത ധാരാളം ദേശീയ നേതാക്കന്മാരുണ്ടായിരുന്നു, ദേശീയവാദികളുണ്ടായിരുന്നു, രാജ്യത്തോട് അഭിമാനമുണ്ടായിരുന്ന. എല്ലാറ്റിലും വലുത് എനിക്ക് രാജ്യസ്നേഹമാണ്. അമ്മയെ പോലെ തന്നെ മാതൃരാജ്യത്തെ സ്നേഹിക്കുന്ന നേതാജി സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ അനേകം പേർ അവരുടെ എല്ലാ വിദ്യാഭ്യാസ യോഗ്യതകളും ജോലിയും അവരുടെ എല്ലാ ഭൗതികമായ സാഹചര്യങ്ങളും വലിച്ചെറിഞ്ഞ് രാജ്യത്തിൻ്റെ ആ അഭിമാന ശ്രേഷ്ഠതയിലേക്ക്, മാതൃരാജ്യത്തോടുള്ള ആ തീരാത്ത അഭിമാന ബോധത്തിലേക്ക് എടുത്തു ചാടി ഭാരതത്തെ സ്വാതന്ത്ര്യത്തിൻ്റെ ഉത്തുംഗ ശൃംഗങ്ങളിൽ എത്തിക്കുവാൻ ശ്രമിച്ച അനേകം നമ്മൾ പഠിച്ചിട്ടുള്ള അറിഞ്ഞിട്ടുള്ളവരിൽ നിന്ന് എത്രയോ വലുതാണ് നമ്മുടെ ഭാരതത്തിന് വേണ്ടി ജീവൻ ആത്മാവ് സമർപ്പിച്ച ധീരരായിട്ടുള്ള ദേശാഭിമാനികൾ. അവരുടെ സ്മരണയ്ക്ക് മുന്നിൽ നമുക്ക് എപ്പോഴും ശിരസ് നമിക്കേണ്ട ഒരു സന്ദർഭമാണ് ഈ സ്വാതന്ത്ര്യ ദിനം എന്ന് പറയുന്നത്. ആ ദിനത്തിൻ്റെ ആഘോഷങ്ങളോടൊപ്പം നമുക്ക് നഷ്ടമായ ഒരുപാട് ആശയങ്ങൾ, രാജ്യത്തെ ഉന്നതമായ നിലവാരത്തിലെത്തിക്കുവാൻ കഴിയുന്ന, ലോകത്തിൻ്റെ നെറുകയിലെത്തിക്കുവാൻ കഴിയുന്ന ധാരാളം ആശയങ്ങൾ സൂക്ഷിച്ചു വച്ചിരുന്ന അനേകം ധീരദേശാഭിമാനികൾ സ്വാതന്ത്ര്യ സമരം ആകുന്ന ആ സംഘടനയിൽ പ്രവർത്തിച്ചിരുന്നവരായിരുന്നു. അവർ പിന്നീട് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഭാരതത്തിൻ്റെ അവരുടെ സങ്കല്പമനുസരിച്ചുള്ള ഭരണഘടന എഴുതിയുണ്ടാക്കുവാനോ അതിനനുസരിച്ച് ഭാരതത്തിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ, ജനങ്ങളുടെ നീതി ആവശ്യങ്ങൾ, അവർക്ക് വേണ്ടുന്ന പരിഗണന, ഇതൊക്കെ പിന്നീട് നഷ്ടമായതിൽ ആത്മവേദനയോടുകൂടി ജീവിതത്തിൻ്റെ ആ സ്റ്റേജിൽ നിന്ന് പിറകിലേക്ക് പോയ അനേകം ധീരദേശാഭിമാനികളുണ്ട്. നമ്മുടെ ചരിത്രത്തെയൊന്നും നമുക്ക് പിന്നീട് നന്നായി പഠിക്കുവാനോ മനസ്സിലാക്കുവാനോ കഴിഞ്ഞിട്ടില്ല. കാരണം അതാത് കാലഘട്ടങ്ങളിൽ ഭരണത്തിൽ വരുന്നവരുടെ സ്തുതിപാഠകരാണ് ചരിത്രത്തിൻ്റെ യഥാർത്ഥ നിർമ്മാതാക്കൾ. നമ്മുടെ ഭാരതത്തിൻ്റെ യഥാർത്ഥ ചരിത്രം, ഭാരത സ്വാതന്ത്ര്യ സമരവും അതിനുശേഷമുള്ള ഭാരതവും സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള ഭാരതവും, ഈ ചരിത്രമൊക്കെ അറിയുവാൻ നമ്മൾ ബ്രിട്ടീഷ് ചരിത്രകാരന്മാരുടെ തന്നെ ഗ്രന്ഥങ്ങൾ വായിക്കേണ്ടിയിരിക്കുന്നു. ആ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ, ബ്രിട്ടീഷുകാർ എഴുതിയ ഗ്രന്ഥങ്ങൾ വായിച്ചാൽ നമുക്ക് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും ഭാരതത്തിൻ്റെ അന്നത്തെ അവസ്ഥകളെക്കുറിച്ചും സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ ഉണ്ടാകുമ്പോൾ ഉണ്ടായ ആ അവസ്ഥകളെക്കുറിച്ചും, ഫ്രീഡം ഇൻ മിഡ് നൈറ്റ്, ലാറി കോളിൻസ്, ഡൊമിനിക് ലാപ്പിയർ എന്നീ വളരെ പ്രശസ്തരായിട്ടുള്ള ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ എഴുതിയ ആ ഗ്രന്ഥം വായിച്ചാൽ, സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന ഗ്രന്ഥം വായിക്കുമ്പോൾ നമുക്ക് ഭാരതത്തിൻ്റെ ഒരു ശരിയായ പിക്ചർ നമുക്ക് ലഭിക്കും. പക്ഷേ ഇന്ത്യൻ ചരിത്രകാരന്മാർ അതൊന്നും അത്രയും വ്യക്തമായി നമ്മുടെ ഭാരതത്തെക്കുറിച്ച് എഴുതിയിട്ടില്ല. എന്നാൽ സ്വാതന്ത്ര്യം ലഭിച്ച് ഇത്രയും വർഷങ്ങൾ നമ്മൾ പിന്നിടുമ്പോഴും ആ ബ്രിട്ടീഷുകാർ ഇവിടുന്ന് കോളനി വാഴ്ച അവസാനിപ്പിച്ച് പോയതിന് ശേഷവും നാം വീണ്ടും രാഷ്ട്രീയ
വൈദേശികരുടെ രാഷ്ട്രീയമായ ഒരു പിന്തുടർച്ചക്കാർ എന്ന പോലെ തന്നെയാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോയത് തന്നെ. എന്നാൽ വീണ്ടും അനേക കാലത്തിന് ശേഷം ഭാരതം ഒരു ലോക രാജ്യങ്ങളുടെ നടുനായകത്വം വഹിക്കുന്ന ആ മനോഹരമായിട്ടുള്ള ആ ദിവസങ്ങൾ കാണുവാനും അതിലേക്ക് കടന്നെടുക്കുന്ന ഭാരതത്തിൻ്റെ മനോഹരമായ വികസന സ്വപ്നങ്ങളുമൊക്കെ നമുക്ക് ഇപ്പോൾ അനുഭവിക്കുവാനും നമ്മൾ അതിൽ പങ്കാളികളാകുവാനും കഴിയുന്നതും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ്. നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത് പോലെ തന്നെ ആ ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമുക്ക് നഷ്ടമായത് നമ്മുടെ ഭാരതത്തിൻ്റെ അഖണ്ഡതയാണ്. അഖണ്ഡ ഭാരതം എന്ന പേരിൽ നമ്മുടെ ഈ ഒരു ഏഷ്യ ഭൂഖണ്ഡത്തിൻ്റെ ബഹുഭൂരിപക്ഷവും ഭാരത സംസ്കൃതിയായിരുന്നു, ആർഷഭാരത സംസ്കൃതി. ഇപ്പോഴും ഈ സംസ്കൃതി നിലനിൽക്കുന്ന ഉത്തര മേഖലകൾ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ, വാരണാസി പോലെയുള്ള ഹിമാലയ പ്രദേശങ്ങളിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഭാരതത്തിൻ്റെ യഥാർത്ഥ പൈതൃകം ഇപ്പോഴും അവിടെ അതേപോലെ നിലനിൽക്കുന്നു. നമ്മൾ അവിടെയൊക്കെ ചെന്ന് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന മാറ്റം ഒരു കേരളീയൻ എന്ന നിലയിൽ നിന്ന് എത്രയോ വ്യത്യസ്തനാണ്. ഭാരതീയൻ എന്ന നിലയിലേക്ക് നാം മാറുന്ന അവസ്ഥ, നമ്മൾ നമ്മുടെ ഭാരതത്തിൻ്റെ പൈതൃകത്തിൽ അലിഞ്ഞു ചേർന്ന് അതിലില്ലാതായി തീരുവാൻ വെമ്പൽ കൊള്ളുന്ന ഒരു സംസ്കൃതിയിലേക്കാണ് നമ്മളുടെ ആ ഭാരത സംസ്കൃതി കുടികൊള്ളുന്ന സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോൾ അതിൽ നിന്ന് എത്രയോ വ്യത്യസ്തമാണ്. അതിൽ നിന്ന് ഒരുപാട് വൈപരീത്യമുള്ള സംസ്കൃതിയാണ് കേരളത്തിൽ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഭാരത സംസ്കൃതി ഇപ്പോഴും നിലനിൽക്കുന്ന സ്ഥലങ്ങളിലേക്ക് നാം ചെല്ലുമ്പോൾ അവിടെ നാം അനുഭവിക്കുന്ന സമാധാനവും ശാന്തിയും മനസ്സിൻ്റെ മറ്റ് തലങ്ങളും ഒന്നും നമ്മുടെ ഈ ചെറിയ കേരളത്തിൽ നമുക്കൊരിക്കലും ലഭിക്കുകയില്ല. കാരണം ഇവിടെ വൈവിധ്യമാർന്ന സംസ്കൃതികളുടെ ഒരു സംഗമ സ്ഥാനമാണിത്. ഏകത്വമാർന്ന ഭാരതീയ സംസ്കൃതിയെ അതേപോലെ തൊട്ടറിയണമെങ്കിൽ അതിൻ്റെ ജന്മം കൊണ്ട പ്രദേശങ്ങളിലേക്ക് തന്നെ, ആ സംസ്കൃതി ഉദ്ഭൂതമായ പ്രദേശങ്ങളിലേക്ക് തന്നെ ചെല്ലുമ്പോഴേ അതിൻ്റെ യഥാർത്ഥ അനുഭവം നമുക്ക് ലഭിക്കുകയുള്ളൂ. അങ്ങനെ സ്വാതന്ത്ര്യത്തോടു കൂടി തന്നെ നമ്മുടെ ഭാരതത്തിൻ്റെ അഖണ്ഡമായിട്ടുള്ള ആ സുസ്ഥിരതയും നമുക്ക് നഷ്ടപ്പെട്ടു. രാജ്യത്തെ പലതായി വിഭജിക്കപ്പെട്ടതിന് ശേഷം വിഭജിച്ചതിന് നമ്മുടെ ഇന്ത്യയിലെ ഭരണാധികാരികളുടെ സമ്മതത്തോടു കൂടി തന്നെ ബ്രിട്ടീഷുകാർ രാജ്യത്തെ പല രാജ്യങ്ങളായി വിഭജിച്ച് ഭാരതത്തിൻ്റെ അഖണ്ഡത നഷ്ടപ്പെടുത്തി എന്നുള്ള ദാരുണമായ അവസ്ഥയും ഈ ദിവസത്തിൻ്റെ പ്രത്യേകതയാണ്. സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നതിനോടൊപ്പം നമ്മുടെ രാജ്യത്തിനുണ്ടായ അപചയവും അന്ന് സംഭവിച്ച ആ അപചയവും കൂടി നാം ഓർക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. എന്നിരുന്നാലും ഒരു ഭാരതീയൻ എന്ന നിലയിൽ നാം നമ്മുടെ സ്വന്തം സംസ്കൃതിയോട്, കുടുംബത്തോട്, അച്ഛനമ്മമാരോട് ഒക്കെ കാണിക്കുന്ന ആ ഒരു അഭിമാന ബോധത്തിനേക്കാൾ എത്രയോ വലുതാണ് ഞാൻ ഇന്നാരുടെ അച്ഛൻ, അല്ലെ ഇന്നാരുടെ മകൻ, അല്ലെ ഇന്നാരുടെ ഭാര്യ, അല്ലെ മകൾ എന്നൊക്കെ കാണിക്കുന്ന ആ അഭിമാന ബോധത്തിലും വലുതാണ് ഞാൻ ഭാരതീയൻ എന്ന ആ ഒരു സംസ്കൃതിയിൽ ജീവിക്കുന്ന ആൾ എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. കാരണം വിദേശ രാജ്യങ്ങളിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർ ഭാരതത്തിൽ വന്നൊരു പുൽക്കൊടിയായെങ്കിലും ജനിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്തവർ ആരുമില്ല. അത്രയും സംസ്കാര സമ്പന്നമായ നമ്മുടെ ഭാരതത്തിൽ ജീവിക്കുവാൻ, ഒരു മനുഷ്യ രൂപത്തിൽ തന്നെ നമുക്ക് ജന്മമെടുക്കുവാൻ കഴിഞ്ഞത് എത്രയോ പുണ്യമാണ്. ജ്ഞാനപ്പാനയിൽ പൂന്താനം തിരുമേനി എത്രയോ ഭാരതഖണ്ഡത്തെ എത്രയോ ശ്രേഷ്ഠമായി ഉപമിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ജീവന്റെ ആദ്യ തുടുപ്പും ജീവന്റെ അവസാനത്തെ തുടുപ്പും ഭാരതഖണ്ഡത്തിൽ മാത്രമാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ലോകത്തിന് മുഴുവൻ മാതൃകയാക്കാൻ പറ്റാവുന്ന ശ്രേഷ്ഠമായ സാംസ്കാരിക പൈതൃകമുള്ള ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ ഒരു ചീത്തവാക്കു പോലുമില്ലാത്ത ശ്രേഷ്ഠമായ ഭാഷയായ സംസ്കൃതം ഉത്ഭവിച്ച, എല്ലാ ഭാഷകളുടെയും മാതാവാണ് സംസ്കൃത ഭാഷ. അതുത്ഭവിച്ച നമ്മുടെ രാജ്യം, ലോകത്തിന് 0, അതായത് സമൃദ്ധം, 0, അത് ലോകത്തിന് സംഭാവന ചെയ്ത നമ്മുടെ ഭാരതം. ആ 0 ഇല്ലെങ്കിൽ നമ്മൾ 1 മുതൽ 9 വരെ എഴുതി അവിടെ നിർത്തുകയല്ലേ ചെയ്യുന്നത്.
അതിനപ്പുറം വരെ അനന്തമായ എണ്ണൽ സംഖ്യകളെ അനന്തമായി കൊണ്ടുപോയത്, ഒരു ഇൻഫിനിറ്റിയിലേക്ക് കൊണ്ടുപോയത് നമ്മുടെ ഭാരതീയർ നൽകിയ ആ 0 എന്ന ആ സംഭാവന തന്നെയാണ്. നമ്മളെ ലോകത്തിന്റെ നിറകയിൽ, സംസ്കൃതിയുടെ നിറകയിൽ എത്തിച്ച ആ 0 തന്നെയാണ് ഏറ്റവും വലിയ ഹീറോയാക്കി നമ്മുടെ രാജ്യത്തെ മാറ്റിയത്. അപ്പോൾ എല്ലാം പൂർണ്ണതയിൽ നിന്നാണ് എല്ലാം ഉത്ഭവിക്കുന്നത്. എല്ലാം പൂർണ്ണമാണ്. ഒരു വൃത്തം പൂർണ്ണതയെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു 0 എന്ന് പറയുന്നത്, ഒരു 0, അത് പൂർണ്ണതയെയാണ് സൂചിപ്പിക്കുന്നത്. അതിനിടയ്ക്ക് എവിടെയും വിടവുകളില്ല. മറ്റെല്ലാ സംഖ്യകൾക്കും വിടവുകളുണ്ട്. കൂട്ടി യോജിക്കാൻ ഒരുപോലെ യോജിക്കുന്ന സംഖ്യകളല്ല. എങ്കിലോ 0 പൂർണ്ണമായി യോജിക്കുന്ന ഒരു സമൃദ്ധമാണത്. അതാണ് നമ്മുടെ സംസ്കൃതിയുടെ ഏറ്റവും ശ്രേഷ്ഠത. ആ പൂർണ്ണതയിൽ നിന്നുത്ഭവിച്ച് അനേകം പൂർണ്ണ രൂപങ്ങളായി നിലനിൽക്കുന്ന ആ ബ്രഹ്മത്തെ വ്യത്യസ്തമായ പൂർണ്ണ രൂപങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ അതാണ് പൂർണ്ണമദം പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്ഛതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യതേ എന്ന ഉപനിഷത് സാരവാക്യം തന്നെ ഇതിനെയല്ലേ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ സ്വാതന്ത്ര്യദിന വേളയിൽ എല്ലാവർക്കും നമ്മുടെ നാടിനോട്, നമ്മുടെ ഭാരതത്തിനോട് ഉണ്ടാകുന്ന ആ അദമ്യമായ അഭിനിവേശം, ഭാരതീയനാണ് നാം ഓരോരുത്തരും എന്നുള്ള അഭിമാന ബോധം നമ്മുടെ സിരകളിൽ എപ്പോഴും തിളയ്ക്കണം. അതുകൊണ്ടാണ് വള്ളത്തോൾ പാടിയത്, ഭാരതമെന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന പേര് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. എല്ലാവർക്കും സ്വാതന്ത്ര്യദിന സന്ദേശം, ആ സന്തോഷം പങ്കുവയ്ക്കുന്നു. എല്ലാവരും, നമ്മുടെ ഈ ഭാരത രാജ്യത്തിൽ ജീവിക്കുന്ന എല്ലാവരും, ജാതി മത ഭേദമന്യേ ഈ ഒരു സുദിനം എല്ലാവർക്കും അനുഗ്രഹമുള്ളതാകട്ടെ. എല്ലാവരും ഭാരതത്തിൻ്റെ ആ ഭാരത രാജ്യത്തിൻ്റെ പങ്കാണ് ഞങ്ങൾ ഓരോരുത്തരും എന്ന കാര്യത്തിൽ മനസ്സുകൊണ്ട് എല്ലാവരുടെയും ഹൃദയത്തിൽ ആ സന്തോഷം തിരതല്ലട്ടെ. നമ്മുടെ ദേശീയ പതാകയെയും നമ്മുടെ നാഷണൽ ആന്തത്തെയും എല്ലാം നമ്മൾ ബഹുമാനപൂർവ്വം, ഭക്തിപൂർവ്വം, ആദരപൂർവ്വം അംഗീകരിക്കുക, സ്നേഹിക്കുക, ബഹുമാനിക്കുക. എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സർവവും ഭഗവാന്റെ പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.